നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. കേരളം ഞെട്ടിപ്പോകും. കേരളം ഞെട്ടുന്ന വെളിപ്പെടുത്തൽ എന്താവും? CPM-ഉം BJP-യും കരുതിയിരിക്കാൻ VD സതീശന്റെ മുന്നറിയിപ്പ്. കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് BJP-കാർ പോകേണ്ടി വരും. ഹൃദയവേദനയോടെയാണ് മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതെന്നും സതീശൻ. കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എന്ന സൂചനയുമായി സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകള് തന്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസുകാർക്ക് വേണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിലും KSU-വിലും തമ്മിലടി. രാഹുലിനായി സൈബർ പടയാളികൾ. പാലക്കാട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചേരിപ്പോര്. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിൽ MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. തടയുമെന്ന BJP പ്രഖ്യാപനത്തിന് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. പകരം 2 മന്ത്രിമാരെ അയക്കും. ചെറിയ വീടുണ്ടായിരുന്നല്ലേ? ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവനോട് യാതൊരു ബന്ധമില്ല. അവര് തന്നെ അമ്പലത്തിൽ അവര് തന്നെ ഇത് ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ ദുരൂഹമാകുന്നത് സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും മാത്രമല്ല, ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി ന്യൂസ് 18. വേളൂർ വട്ടത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ മണ്ണ് മാറ്റിയതും കുഴികളെടുത്തതും എന്തിന്? കൊലപ്പെടുത്തിയവരെ മറവ് ചെയ്യാനെന്ന സംശയം ബലപ്പെടുന്നു. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജയുടെ ആത്മഹത്യയിൽ പ്രതിക്കൂട്ടിലായി CPM. സാമ്പത്തിക തട്ടിപ്പുകാരിയെന്ന് പ്രചരിപ്പിച്ചതിൽ മനം നൊന്തെന്ന് കോൺഗ്രസ്. വ്യക്തിപരമായല്ല, പാർട്ടിയെയാണ് വിമർശിച്ചതെന്ന് CPM. അത്തം പിറന്നു. മലയാളികൾ ഓണം ആഘോഷത്തിലേക്ക്. തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. വിശദമായി നോക്കാം. CPM-നെയും BJP-യെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞെട്ടിക്കുന്ന വാർത്ത വരാൻ പോകുന്നുവെന്നാണ് സതീശന്റെ മുന്നറിയിപ്പ്. അതിന് താമസമില്ല. ഇക്കാര്യത്തിൽ അധികം കളിക്കേണ്ട. കേരളം ഞെട്ടിപ്പോകും. ഇന്നലെ കന്റോൺമെന്റ് ഹൌസിലേക്ക് കാളയുമായി വന്നവർ ഉടൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തും. ആ കാളയെ ഉപേക്ഷിക്കേണ്ട. പാർട്ടി ഓഫീസിന്റെ മുന്നിൽ തന്നെ കെട്ടിയിടണമെന്നും താൻ ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ്. CPM-കാരും കരുതിയിരിക്കണമെന്നും സതീശൻ. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാം. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അല്ലാതെ ആ കാളയെ കളയരുത്. അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. കാളയെ കളയരുത്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താണ്.
ബി.ജെ.പിക്ക് ചലഞ്ചുമായി സന്ദീപ് വാര്യർ. വി.ഡി. സതീശൻ പറഞ്ഞത് ബി.ജെ.പി കോർ കമ്മിറ്റി അംഗത്തെക്കുറിച്ചാണെന്ന് പരോക്ഷ സൂചന നൽകി സന്ദീപ് വാര്യർ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്ന സന്ദീപിന്റെ ചോദ്യം. ആർ കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, നോക്കൂ, ഇന്നലെ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട പ്രതിപക്ഷ നേതാവിനെയല്ല ഇന്ന് കണ്ടത്. കൂടുതൽ ആത്മവിശ്വാസത്തോടെ, വെല്ലുവിളിയുടെ സ്വരത്തോടെ, ഭീഷണിയുടെ സ്വരത്തോടെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് CPM-ഉം BJP-യും ഒരേപോലെ കരുതിയിരിക്കണം. തങ്ങൾക്ക് നേരിട്ട അപമാനം, ഈ ക്ഷീണം, അതേ നാണയത്തിൽ തന്നെ മറുപടി നേരിടേണ്ടി വരും, അല്ലെങ്കിൽ നൽകേണ്ടി വരും CPM-ഉം BJP-യും എന്നാണോ സതീശൻ പറഞ്ഞു വെക്കുന്നത്? കോൺഗ്രസിന്റെ പുതിയ പ്രതിരോധ കാർഡ് അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ആര്യ, ആ വാർത്തയിലേക്ക് വരും മുമ്പ് ഇപ്പോൾ പല നേതാക്കളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. രാഷ്ട്രീയ കേരളത്തിലടക്കം ഏറ്റവും വലിയ കൗതുകം ആരാണ് അയാൾ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോണുകളിലേക്കൊക്കെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതും നേതാക്കൾ പരസ്പരം ചോദിക്കുന്നതും ആരുടേതാണ് പുറത്തു വരാനുള്ളത്, ഏത് BJP നേതാവിൻ്റെതാണ്, ഏത് CPM നേതാവിൻ്റെതാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിന് ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാളാണ് വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. BJP-ക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ CPM-നെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആരോപണം ഇങ്ങനെയായിരുന്നു: BJP-ക്കാർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയിരുന്നു. എന്തിനാണ് വിത്തുകാള എന്നൊക്കെ പറയുന്നത് എന്നത് മലയാളിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിൻ്റെ സൂചനയാണ് എന്ന് നമ്മൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കാളയെ BJP പ്രവർത്തകർ തിരിച്ചു കൊടുക്കരുത്, അത് പാർട്ടി ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടിയിട്ടേക്കണം. 1-2 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കാളയെ കൊണ്ട് നിങ്ങൾക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടി വരും എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഒന്നുകിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നേരെ, അല്ലെങ്കിൽ BJP-യിലെ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിന് നേരെ, കോർ കമ്മിറ്റി അംഗത്തിന് നേരെ എന്നുള്ള സൂചനയാണ് മുമ്പ് BJP-യിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ കോൺഗ്രസിലെ നേതാവായിരിക്കുന്ന സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. സന്ദീപ് വാര്യർക്ക് അറിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം സ്വാഭാവികമായും BJP-യിൽ നിന്ന് നേതാവിനെതിരെയുള്ള ഗുരുതരമായ ലൈംഗിക ആരോപണം സന്ദീപ് വാര്യർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്ദീപ് വാര്യർ പറയുന്നത് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ BJP ധൈര്യപ്പെടുമോ, ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാതൃക കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരുമോ, ചലഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഈ ആരോപണം വരാനിരിക്കുന്നത് എന്നുള്ളതും. കോർ കമ്മിറ്റി അംഗങ്ങൾ നിരവധി പേരുണ്ട്, എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കളാണ്. നമ്മൾ ആരുടെയും പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ആരുടെയും പേര് പറയുന്നില്ല. പലതരത്തിലുള്ള സൂചനകളാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നൽകുന്നത്. ഇത്തരം ഒരു വിഷയമായതുകൊണ്ടും ഇത്തരം സൂചനകൾ പറയുന്നത് നമ്മൾ കൂടി വെരിഫൈ ചെയ്യാതെ നമ്മൾ അങ്ങനെ ഒരു വിഷയം പറയുന്നത് ശരിയല്ല എന്നുള്ളത്. മാധ്യമങ്ങളിൽ ആ പേര് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതല്ലേ വാസ്തവം? ആര്യ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതല്ല, ഇത് മാധ്യമങ്ങളോട് വിളിച്ച് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ വാചകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരെണ്ണത്തിന് മറുപടി പറയാൻ കഴിയാതെ പോയാൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോകുന്നത് വി.ഡി. സതീശൻ്റെ. അതുകൊണ്ട് അങ്ങനെ ഒരു കളിക്ക് വി.ഡി. സതീശനെ പോലെ ഒരു നേതാവ് നിൽക്കും എന്ന് നമുക്ക് ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പ്രതീക്ഷിക്കാനാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു തെളിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുതരമായ ഏതോ BJP നേതാവിനെതിരെയുള്ള ആരോപണമുണ്ട്. ഇത് ഏതു നേതാവിനെതിരെയാണ് ആരോപണം ഏതു തരത്തിലുള്ള തെളിവുകളാണുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ആ നേതാവ് ആര് എന്ന് സംബന്ധിച്ചൊക്കെയുള്ള പല സമൂഹ മാധ്യമങ്ങളും അത്തരം ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ചില നേതാക്കളുമൊക്കെ അത്തരം ചില സൂചനകളൊക്കെ നമ്മൾക്കുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത്തക്കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതെ ഇത് ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ്. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായ സത്യമല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാവുന്ന ഒരു വലിയ അപമാനമാണ്. ഒരാളെ അവമാനിക്കാതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അപമാനമാണ് ഇത്തരം സ്ത്രീ വിഷയത്തിലൊക്കെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ. അത് അത്തരം ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയെങ്കിലും പേര് ഈ സമയത്ത് പറയാൻ തയ്യാറില്ല. അത് വി.ഡി. സതീശൻ പറയട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും പറയട്ടെ, അല്ലാതെ നമ്മളായി അത്തരം ഒരു പേര് പറയാൻ തയ്യാറില്ല. പക്ഷേ അത്തരം ചില ചർച്ചകൾ, അത്തരം ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അത് ഒരു കോർ കമ്മിറ്റി അംഗമാണെന്നും ഒക്കെ പറഞ്ഞും അത് ഇന്നയാളാണെന്ന തരത്തിലേക്കുള്ള സൂചനകളൊക്കെ പല ഭാഗത്തു നിന്നും വിശ്വസനീയമായ ചില സോഴ്സുകളിൽ നിന്നൊക്കെ അത്തരം സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ തൽക്കാലം എന്തായാലും നമ്മളത് പറയുന്നത്
പറയുന്നതിൽ ഒരു അധാർമികതയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ പേര് പറയുകയോ ആ പേര് സംബന്ധിച്ച് ചില സൂചനകളെങ്കിലും നൽകുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മൾ പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട BJP നേതാവിനെതിരെ സതീശൻ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണോ തൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കാളയുമായി വരേണ്ടി വന്നത്, ആ കാളയെ BJP ഓഫീസിൻ്റെ മുൻവശത്ത് തന്നെ കെട്ടിയിട്ടേക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഈ കാളയുമായി പ്രകടനം നടത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ അതീവ ഗുരുതരമായ രീതിയിലേക്കുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത വരാൻ പോകുന്നുണ്ട്. ആ വാർത്ത വരുമ്പോൾ ഈ എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യവുമായി പോകേണ്ടി വരുന്നത് സന്ദീപ് വാര്യരാണ് കുറച്ചുകൂടി തെളിച്ചു പറയുന്നത്. കോൺഗ്രസ് മാതൃക പിന്തുടർന്ന് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ BJP തയ്യാറാകുമോ? അപ്പോൾ ആ ഒരു ചലഞ്ചാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഉടനടി സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത വരുമെന്നുള്ള മുന്നറിയിപ്പ് VD സതീശൻ നൽകിയിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിൽ സന്ദീപ് വാര്യരുടെ ചലഞ്ച് പ്രതികരണം വന്നിരിക്കുന്നു. അതേസമയം തന്നെ കിരൺ, ഒരു കാര്യം കൂടിയുണ്ട്. ഈ CPM-നെതിരെയും സമാനമായ രീതിയിൽ ഒരു വാർത്ത വരുമെന്നുള്ള ഭീഷണി കൂടി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉയർത്തിയിരുന്നു. ആദ്യം സതീശന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. വരാനുണ്ട് ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട്. എത്ര കാലം ഇതുമായിട്ട് അല്ല നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ല. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ് വരാനുള്ളത്. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ്. ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ. കിരൺ ബാബു തുടരുന്നുണ്ട് നമുക്കൊപ്പം. കിരൺ, CPM-ഉം കരുതിയിരിക്കണം. കേരളം തന്നെ ഞെട്ടുന്ന ഒരു വാർത്തയാണ് CPM-നെതിരെ വരാൻ പോകുന്നത് എന്നുള്ള ഭീഷണിയാണ് സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അധികം വൈകാതെ വരുമെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇതിന് പിന്നാലെ ക്ലിഫ് ഹൗസിന് മുന്നിൽ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ കൂടി നമുക്ക് ഇതിനെതിരെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ശക്തമായ കൃത്യമായ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ VD സതീശന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയണം, അല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ് ശരി. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇതിവരെയും പ്രതിരോധത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ട് തൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അളവ് ഒരു പരിധി ഭീഷണിയുടെ സ്വരത്തിലാകുമോ എന്ന തരത്തിൽ തോന്നുന്നു. അദ്ദേഹം ആവർത്തിച്ച് കൈ ഇങ്ങനെ ചൂണ്ടി കാണിക്കുകയാണ്. കളിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരാൾ ഭീഷണിപ്പെടുത്തുക ആ മട്ടിൽ തന്നെയാണ് പറയുന്നത്. വലിയ വാർത്ത വരാനുണ്ട്, അത് കേരളം ഞെട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ CPM-നെതിരെ വരുന്ന വാർത്ത ഇനി ഈ കാളയെ കൊണ്ടുപോകേണ്ട അവസ്ഥ പറഞ്ഞാത്തോണ്ട് ഇനി അത് അഴിമതി കേസാണോ, ഇനി അതോ ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുരുഷന്മാരുമായി ബന്ധപ്പെട്ട വിഷയമാണോ, അങ്ങനെ ഏതെങ്കിലും ഈ മോറൽ സൈഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും ആണോ, അതോ ഇനി മറ്റേതെങ്കിലും അഴിമതി കേസാണ്? അക്കാര്യത്തിലൊക്കെയാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. അത് കൃത്യമായി പറയുന്നില്ല. പക്ഷേ BJP-ക്കെതിരെ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാളയുമായി വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം കൃത്യമായി തന്നെ അത് അത്തരത്തിലേക്കുള്ള ഒരു കേസ് തന്നെയാണ്. എന്തിനാണ് വിത്തുകാള എന്നുള്ള പ്രയോഗം എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത് വ്യക്തമാണ്. CPM-നെതിരെയും സമാനമായ രീതിയിലുള്ള ആരോപണം തന്നെയാണോ? പക്ഷേ CPM-ഉം അധികം കളിക്കരുത് എന്ന് പറയുമ്പോൾ CPM-നെതിരെയും കേരളം ഞെട്ടുന്ന വാർത്ത വരും എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരത്തിൽ അത് അധികം താമസം ഉണ്ടാവില്ല എന്നും കൂടി പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വല്ലാതെ പ്രതിരോധത്തിൽ നിന്നിരുന്ന കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് അവർക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന, UDF ആകെ അണികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇനി അത് വരും അങ്ങനെ ഒരു സാധനം ഇല്ലാതെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ പറയുമോ എന്നുള്ള ചോദ്യം അത് നമ്മുടെ മുന്നിലുമുണ്ട്. ഇങ്ങനെ സാധാരണഗതിയിലൊന്നും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഒരു ആരോപണം വരാൻ പോകുന്നു അതിന് ആദ്യം ഈ പറയുന്നത് പോലെ ടീസർ ഇടുക, പ്രൊമോ ഇടുക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സിനിമയ്ക്കൊക്കെ നേരത്തെ ഇത് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അത്തരത്തിൽ തന്നെയാണ് വരും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നുള്ള മട്ടിലൊക്കെ ഉള്ള ഒരു തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ രണ്ട് വെല്ലുവിളികൾ ഉയർത്തിയിരിക്കുന്നത്. ഒന്ന് BJP-ക്ക് നേരെയാണ് വെല്ലുവിളി, രണ്ട് CPM-ന് നേരെയാണ് ഈ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ കാലമുണ്ട് എന്നാണ്, എത്രയോ
എത്രയോ സമയമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ വരാനുണ്ട്. ഒരു വിഷയത്തിൽ അത് സൂചനകൾ പരസ്യമായി നമ്മൾ പേര് പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ കോൺഗ്രസ് നേതാവ് നൽകുന്ന സൂചന കോർ കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മാതൃക കോർ കമ്മിറ്റി അംഗത്തിനെതിരെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ആരോപണം വരാനിരിക്കുന്നയാൾ കോർ കമ്മിറ്റി അംഗമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അത് ആരാണ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവ് ഇന്ന ആളാണെന്ന് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ പൊതു സമൂഹത്തിലും അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില നേതാക്കളുമൊക്കെ അത്തരം ചില സൂചനകളുമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്തരമൊരു വിഷയത്തിൽ നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ് ഇന്നയാളെയാണ് അവർ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു ധാർമ്മികതയല്ല, അതൊരു മാധ്യമ ധർമ്മത്തിനും യോജിച്ച ഒന്നല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പൂർണ്ണമായും നേതാക്കൾ എന്താണോ പറഞ്ഞത് അത് വി.ഡി. സതീശൻ പറഞ്ഞതാണ് നമ്മുടെ മുന്നിലുള്ളത്. സന്ദീപ് വാര്യർ നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CPM-നെതിരെ സമാനമായ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് വി.ഡി. സതീശനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അത് 2 ദിവസത്തിനുള്ളോ 3 ദിവസത്തിനുള്ളോ അത് പുറത്ത് പറയേണ്ട അല്ലെങ്കിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം കൂടിയാണത്. അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് ഇത്തരം ഒരു വെല്ലുവിളി പരസ്യമായി ഉയർത്തി കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെയാണ്. ഭരിക്കുന്ന പാർട്ടിയാണ് CPM, അതോടൊപ്പം തന്നെ ഇനി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ 2 പാർട്ടികൾക്കെതിരെയാണ് കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ആ വാർത്ത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളും ഇറങ്ങുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. CPM-ഉം BJP-യും ഒരേപോലെ കരുതിയിരിക്കണമെന്നുള്ള ഭീഷണിയാണ്. എന്തായാലും കേരളം ഞെട്ടാൻ പോകുന്ന ആ വാർത്ത എന്താകും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി.ഡി. സതീശന്റെ ഈ പ്രസ് മീറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം ഈ വലിയ ഭീഷണി മുഴക്കിയതിന് ശേഷം ക്ലിഫ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു. CPM കോഴി ഫാം എന്ന് എഴുതിയ തലക്കെട്ടോടുകൂടി CPM-ലെ എല്ലാ മുതിർന്ന നേതാക്കളെയും അതോടൊപ്പം LDF മുന്നണിയിലുള്ള മറ്റ് നേതാക്കളെയും ഒക്കെ സമാനമായ ആരോപണ നിഴലിൽ നിർത്തുന്ന തരത്തിൽ ഉള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടിയ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടും ഉയർത്തിക്കൊണ്ടുമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ ചൊല്ലി കോൺഗ്രസിലെ അണികൾക്കിടയിൽ ചേരിപ്പോര്. പാർട്ടി അനുഭാവ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും തമ്മിലടി ശക്തമാണ്. രാഹുലിനെതിരെ ശക്തമായ വിമർശനമാണ് പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിലുള്ളത്. വിഷയം അടഞ്ഞ അധ്യായമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിക്കുമ്പോഴും MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലാണ് CPM-ഉം BJP-യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചും ആക്ഷേപിച്ചും പാലക്കാട് യൂത്ത് കോൺഗ്രസിലും KSU-വിലും ചേരിപ്പോര് രൂക്ഷമാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് തമ്മിലടി. പാലക്കാടിനെ ഷാഫി ചതിച്ചെന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ആരോപണമുന്നയിച്ചു. അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് ആരോപണം. VT ബൽറാം അനുകൂലികളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പായ തിരിച്ചുപിടിക്കും തൃത്താല എന്ന ഗ്രൂപ്പിലും രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. മുൻ MP-യുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം വിഭാഗം കുറ്റപ്പെടുത്തുന്നു. രാഹുലിനെ അനുകൂലിച്ച് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തന്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ ആ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. മാങ്കൂട്ടത്തിൽ പഴത്തൊലിയിൽ ചവിട്ടി വീണെന്നാണ് മുഖപ്രസംഗത്തിൽ വീക്ഷണത്തിന്റെ പരിഹാസം. ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കാതെ പോയ പരിഗണനയും അവസരങ്ങളും ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിശുദ്ധി പാലിക്കുന്നതിൽ വേണ്ട ജാഗ്രത കാണിച്ചില്ലെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ തൃപ്തികരമായ വിശദീകരണം നൽകാതെ ഒരു പരിഗണനയും വേണ്ടെന്ന നിലപാടിലാണ് AICC. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു.
വിഷയം അടഞ്ഞ അധ്യായമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ നില പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നടപടി പോരെന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ആവർത്തിക്കുകയാണ് CPM-ഉം BJP-യും. ന്യൂസ് ഡെസ്ക്, News 18. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ നിഷേധിക്കാത്തതിനാലാണ് സസ്പെൻഡ് ചെയ്തതെന്ന് കെ മുരളീധരൻ. കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് രാഹുലാണ്. പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങൾ മിമിക്രിക്കാരെ ഉപയോഗിച്ച് ചെയ്തതാണോ എന്ന് പറയാൻ പറ്റില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കാരണം ഇങ്ങനൊരു പുകമറയുള്ള ഒരു സാഹചര്യത്തിലാണ്. അതല്ലാതെ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി കുറ്റവാളിയാണെന്ന് പറയാൻ സാധ്യമല്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു MLA എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം. ഏതായാലും ഇത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ബന്ധപ്പെട്ട കക്ഷികളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി സസ്പെൻഷൻ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യാനില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്തുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. UDF ആരോപണങ്ങളെ ചെറുത്തില്ല. LDF ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന പോലെ കോൺഗ്രസ് ചെയ്തില്ല. ആ തീരുമാനത്തെ ലീഗ് അഭിനന്ദിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്ന്. ആദ്യം അവർ സ്ഥാനത്ത് മാറ്റി, പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എടുത്തത്. അത് വളരെ മാതൃകാപരമാണ്. ആ ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ്. അത് കൊടുക്കാം. പക്ഷേ ആക്ഷേപം വന്നാൽ LDF-ന്റെ മാതൃക, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക, പറഞ്ഞ ആളുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആശയം വന്ന ആളുകളെ ന്യായീകരിക്കുക. ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് BJP നേതാവ് V മുരളീധരൻ. അടുത്ത കാലത്തൊന്നും രാഹുലിന് പാലക്കാട്ടേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇറങ്ങിയാൽ ജനങ്ങൾ ചൂലെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം MLA ആയി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ള ഒരു സമീപനം, അങ്ങനെയുള്ള ഒരു ആവശ്യം പാലക്കാട്ടെ ജനങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ വ്യക്തിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പൊതുസമൂഹത്തിൽ നിന്നുണ്ട്, മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, അങ്ങനെയുള്ളവരുൾപ്പെടെ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വനിതാ നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ വിമർശനവുമായി കെ മുരളീധരൻ. സൈബർ ആക്രമണം നടത്തുന്നവർ മൂട് താങ്ങികളാണെന്നും ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. അക്രമകാരികളുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുൻപേ ഉമാ തോമസ് KSUവിലുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂട് താങ്ങിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരൻ ബെന്യാമിൻ. കേരളത്തിൽ മുമ്പില്ലാത്ത ആരോപണങ്ങളാണ് ഉയരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. കോൺഗ്രസ് നടപടി അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും ബെന്യാമിൻ പറഞ്ഞു.
കോൺഗ്രസ് ഇത്രയെങ്കിലും തീരുമാനം എടുത്തതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ പ്രാഥമിക തലത്തിൽ. പക്ഷേ അതൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ എന്ന് ഞാൻ സംശയിക്കേണ്ടി ഒരു സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന അദ്ദേഹത്തിൻ്റെ ചാറ്റുകളും അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും മാത്രം കേട്ടാൽ മതി. ഒരിക്കലും ഒരു ജനപ്രതിനിധിയല്ല, ഒരു സാധാരണ മനുഷ്യൻ പോലും പറയാൻ പാടില്ലാത്ത വാക്കാണ് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സെന്തായിരിക്കുമെന്നാൽ ആ ഒറ്റ വാക്ക് മാത്രം മതി അദ്ദേഹം രാജിവെച്ച് പോകാനെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ കാളയെ അധിക്ഷേപിച്ചെന്ന് കാട്ടി DGPക്ക് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. കന്റോൺമെന്റ് ഹൌസിലേക്ക് യുവമോർച്ചയാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ ജീവനുള്ള കാളയെ ഉപയോഗിച്ചെന്നും കണ്ണുകൾ മറയ്ക്കുന്ന രീതിയിൽ മുഖംമൂടി വെച്ചതായും മൂക്കുകയർ പിടിച്ച് വലിച്ച് കിലോമീറ്ററുകളോളം നടത്തിച്ചതായുമാണ് പരാതി. മൃഗങ്ങളോടുള്ള ക്രൂരതയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തലുമാണെന്നാണ് പരാതി. പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് പരാതി. കടബാധ്യതയെ തുടർന്ന് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തതിൽ CPMനെതിരെ ആരോപണവുമായി കോൺഗ്രസ്. ആര്യനാട് കോട്ടയ്ക്കകം വാർഡ് അംഗം ശ്രീജ ആത്മഹത്യ ചെയ്തത് CPM നേതാക്കൾ അപമാനിച്ചതിനെ തുടർന്നാണ് എന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കുടുംബം പരാതി നൽകി. മരണകാരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും പോലീസിൽ പരാതി നൽകി. പലരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയ ശ്രീജയെ ഇന്ന് പുലർച്ചെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആസിഡ് കുടിച്ചായിരുന്നു മരണം. ശ്രീജയ്ക്കെതിരെ ഇന്നലെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബവും കോൺഗ്രസും ആരോപിക്കുന്നു. ഈ വിഷയം എവിടെ ഒരുമാതിരി മോശമായുള്ള രീതിയിൽ സംസാരിച്ച് ആ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇതിനൊരു നടപടിയെടുക്കണം. പൊതുയോഗാരണ ജംഗ്ഷനിൽ സ്ത്രീ ജനങ്ങൾ CPMന്റെ ആൾക്കാർ സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അപ്പൊ അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെ കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക, അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ. ആരോപണങ്ങൾ നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പറഞ്ഞു. കടം വാങ്ങിയ തുക തിരികെ ആവശ്യപ്പെട്ട നിരവധി ആളുകൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ കടം തീർക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരമെന്നും CPM. നേരത്തെ ഇവർ പൈസ കൊടുക്കും. ഈ ആളുടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി അതിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. രണ്ടിലും ഒരു ജീവനും അല്ലെങ്കിൽ ഒരു ആപത്തും ഉണ്ടാവരുതെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ പരമാവധി ഇടപെടുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കടം പെരുകിയതോടെ കുറച്ചുനാൾ ശ്രീജ വീട് വിട്ട് മാറി നിന്നിരുന്നു. ആ സമയത്തും ഇവർക്കെതിരെ CPMന്റെ പ്രതിഷേധവും പ്രചാരണവും ഉണ്ടായിരുന്നു. ആശുപത്രിക്ക് മുന്നിലും ആര്യനാട് പോലീസ് സ്റ്റേഷനിലും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ അരുവിക്കര MLA G. സ്റ്റീഫനെ തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പ്രതിഷേധമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സംഭവത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ADGPക്കെതിരെ ആരാണ് അന്വേഷണം നടത്തിയതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കീഴുദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ല. ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള അന്വേഷണം ജില്ലാ കോടതി ജഡ്ജി നടത്തിയതുപോലെയാണിത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു. തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അസാധുവാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് MR അജിത് കുമാർ നൽകിയ ഹർജിയിലെ ആവശ്യം. കേസിൽ നാളെ വിധി പറയും. ചേർത്തലയിലെ സ്ത്രീകളുടെ കൊലപാതകത്തിലും തിരോധാനത്തിലും ദുരൂഹത ഉയർത്തി കൂടുതൽ ഇടങ്ങൾ. പ്രതി സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നു പോയിരുന്ന വേളൂർ വട്ടത്തെ ഭൂമിയും സംശയത്തിന്റെ നിഴലിലാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനങ്ങൾ സംഭവിച്ച കാലഘട്ടങ്ങളിൽ ഈ സ്ഥലം ദീർഘകാലം സെബാസ്റ്റ്യന്റെ കൈവശം വെച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. റോസമ്മയുടെ പുരയിടത്തിലേതിന് സമാനമായി JCB ഉപയോഗിച്ച് ഭൂമി കുഴിക്കൽ ഉൾപ്പെടെ സെബാസ്റ്റ്യൻ ഇവിടെ നടത്തിയിട്ടുള്ളതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലും സ്ഥിരീകരിക്കാനായി.
ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം കുഴയുകയാണ്. അതിനിടയിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പുതിയ ദുരൂഹതകൾ നിറഞ്ഞ ഇടങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടമാണ്. അത് വർഷങ്ങളായി സെബാസ്റ്റ്യൻ തന്റേതെന്ന പേരിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. 2017 ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് 2006 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 2013 ഐഷയും കാണാതാവുന്നു. ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു എന്ന് നാട്ടുകാർ കൂടി സ്ഥിരീകരിക്കുന്ന, അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കൂടി നമ്മളോട് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വേളൂർവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഭൂമി സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. ഫോട്ടോ കണ്ടപ്പോൾ അയാളുടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒത്തിരി നാൾ മുമ്പാണ്. റോസമ്മയുടെ പുരയിടത്തിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഈ പുരയിടത്തിലും JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ പുരയിടത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടും ഒപ്പം തന്നെ അതിലെ ആ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയിരുന്നത് സെബാസ്റ്റ്യനാണ്. മാത്രമല്ല അവിടെ കുഴികൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മണ്ണ് അയാൾ ആ പരിസരത്തുള്ള താല്പര്യക്കാർക്ക് അയാൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ആ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് പരിസരവാസികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രോപ്പർട്ടിയാ വീടില്ലല്ലോ ഇപ്പൊ വിളിച്ചാ ചെറിയ വീടില്ല, അതൊന്നും അല്ല ചേട്ടാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? അല്ലല്ല, പിന്നെ ഇയാൾ ഇത്ര അധികാരം അവന്റെ സ്വന്തം ബന്ധുവാണെന്നും പറഞ്ഞാൽ വരുന്നത്. അത് വിൽക്കാനായിട്ട് ഇവിടെ പലരും ജമി ചോദിച്ചാൽ കൊടുക്കുന്നില്ലെന്നോ. ഇവിടെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട് വെള്ളിയാളത്താണ്, അമേരിക്കയിലെ അവന്റെ. അപ്പൊ അത് അവർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ കേസിൽ ഏറ്റവും, അതായത് ജൈനമ്മ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് ഓട്ടോ ഡ്രൈവറായ മനോജാണ്. മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീ ഉൾപ്പെടെ അവരുൾപ്പെടെ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ കോമ്പൗണ്ടിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ അയാൾ കൃത്യമായി അയാളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവർ നമ്മളോട് പറയുന്നു. ബൈറ്റ് കൊടുക്കാം. ഈ സ്ത്രീകൾ എവിടെ പോയി? അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ അതിബുദ്ധിമാനായ ക്രിമിനലായ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ മാത്രമായിരിക്കില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2006 കാലയളവ്, ബിന്ദുവിനെ കാണാതാവുന്ന 2006 കാലയളവ് മുതൽ ബിന്ദുവിന്റെ കാണാനില്ല എന്നുള്ള കേസും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്ന് ജനങ്ങൾ പുറത്തേക്കറിയുന്ന 2017 വരെയുള്ള കാലയളവിലും സെബാസ്റ്റ്യൻ ഈ വീട് തന്റേതായ എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ചിപ്പോൾ അന്വേഷണ സംഘവും പരിശോധിച്ചു വരികയാണ്. ഈ വീട് മറ്റൊരാളുടേതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉടമ മറ്റൊരാളാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ എന്തിന് മറ്റുള്ളവരെ എല്ലാം, ആ പ്രദേശവാസികളെല്ലാം ഇത് തന്റേതെന്ന് തെറ്റിദ്ധരിപ്പിച്ചു? മാത്രമല്ല ചേർത്തല നഗരത്തിനുള്ളിൽ തന്നെ പ്രധാന പാതയോട് ചേർന്ന് കിടക്കുന്ന കാട് പിടിച്ച പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അതുൾപ്പെടെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. നിരവധി കുഴികൾ ആ കോമ്പൗണ്ടിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത്, അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ആ പ്രദേശത്ത് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വിവിധ കാലയളവിൽ സെബാസ്റ്റ്യൻ പുരയിടം തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മദ്യപാന സദസ്സുകൾ അടക്കം വൈകുന്നേരം നടന്ന ഒരു കോമ്പൗണ്ടും ആ വീടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരള സർക്കാർ സെപ്റ്റംബർ 20 നടത്തുമെന്ന് പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തില്ല.
പകരം തമിഴ്നാട് ദേവസ്വം മന്ത്രി PK ശേഖർ ബാബുവിനെ അയക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലെ മുഖ്യാതിഥിയായാണ് സ്റ്റാലിനെ ക്ഷണിച്ചിരുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ നേരിട്ട് പോയാണ് ക്ഷണിച്ചത്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സമയത്തെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് പകരം പ്രതിനിധിയെ അയക്കുന്നതെന്നാണ് അറിയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിൻ എത്തുന്നതിനെതിരെ സംഘപരിവാർ സംഘടനകൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഇതേ ചൊല്ലി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും കൊമ്പ് കോർക്കുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖര സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിലൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി പിന്നെ അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. CPM ശബരിമലയുടെ പേരിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറുമായാണ് എല്ലാ ഏർപ്പാടും. CPM തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നു. തങ്ങളെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നു മുതലാണ് CPMന് ശബരിമലയോട് ഈ ഭയമുണ്ടായത്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ. ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ. ഒരുമിച്ച് നടത്തട്ടെ. നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ BJPക്ക് CPMന് സംഭവിക്കും. ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. പരിപാടി വായിച്ചത് അറിയില്ല, ഞങ്ങളെ അറിയില്ല. അത്തം പിറന്നു, ഇനി പൊന്നോണക്കാലം. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. അടുത്ത 10 ദിവസം വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം നിറയും. ഇത്തവണ അത്തം 10-ന് പകരം 11-ാം നാളാണ് തിരുവോണം. ഐതിഹ്യമനുസരിച്ച് മഹാബലിയെ വരവേൽക്കാനാണ് പൂക്കളം ഒരുക്കുന്നത്. ഓണമായതോടെ മലയാളികൾക്ക് ഇനി ഉത്സവ നാളുകളാണ്. മലയാളികളെ പൊന്നോണം എത്തിയതിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം. തൃപ്പൂണിത്തുറയുടെ പ്രൗഢിയും പഴമയും വിളിച്ചോതുന്ന അത്തച്ചമയം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുരുന്നുകൾ ആഘോഷത്തിൽ ഇച്ഛാശക്തിയുടെ നക്ഷത്രങ്ങളായി. സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ ഏതിരുണ്ട കോണിലുള്ളവനും വിശക്കാതെ ഉറങ്ങുന്ന മനോഹരമായ സ്വപ്നത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളി. ആ ആഘോഷത്തിന്റെ ഔദ്യോഗികമായ തുടക്കമാണ് തൃപ്പൂണിത്തുറയിലെ ഈ രാജവീഥികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചവിട്ടി താഴ്ത്തിയവന്റെ ആഘോഷമല്ല ഓണം, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ് ഓണമെന്നാണ് മന്ത്രി ആ അവസരത്തിൽ നമ്മളോട് പറഞ്ഞത്. ഓണം സമത്വത്തിന്റെ, സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ്, എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. ചവിട്ടിത്താഴ്ത്തിയതിന്റെ ആഘോഷമല്ല, ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടി ആശയമാണ്, ആഘോഷമാണ് ഓണം എന്നത്.
മന്ത്രി പി രാജീവാണ് പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത്തച്ചമയത്തിന്റെ പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് നടൻ ജയറാം ഘോഷയാത്രയുടെ പതാകയും ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഘോഷയാത്ര അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ട് വിവിധ വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന വിവിധ സബ്ജക്റ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള വിവിധ പ്ലോട്ടുകൾ ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഈ ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചവിട്ടിയവനും ചവിട്ടി താഴ്ത്തിയവനും ഇല്ലാതാകുന്ന ലോകമാണ് മലയാളി സ്വപ്നം കണ്ടത്. ചവിട്ടിയവൻ ദൈവമായിട്ട് കൂടി ആ ദൈവത്തെയോട് കട്ടായം പറഞ്ഞ് മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ആത്യന്തിക മാനുഷിക നന്മകൾ ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചു വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മലയാളി ഓണമെന്ന സങ്കല്പത്തെ മനോഹരമായ ഒരു ഉത്സവമാക്കി മാറ്റിയത്. ജാതിമത ഭേദമന്യേ എല്ലാവരും അണിനിരക്കുന്ന ഉത്സവമായി ഓണം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചടങ്ങുകൾ അത്തം മുതൽ 10 നാൾ അത്തച്ചമയാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തിരക്കുകളാണ്. ഇനി അങ്ങോട്ട് ഓരോരുത്തരും ഈ നല്ല മൊമെന്റ്സിന് വേണ്ടിയിട്ട്, ഏറ്റവും സന്തോഷപൂർണ്ണമായ മൊമെന്റ്സിന് വേണ്ടിയിട്ട് പല രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്നാണ് ഇന്നൊരു ദിവസത്തിന് വേണ്ടി ഇവിടെയുള്ളവരെല്ലാവരും കാത്തിരുന്നത്. എനിക്ക് പിന്നിലായിട്ടുള്ള ഈ ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടെ രമണൻ, അതുപോലെ തന്നെ പഹൽഗാം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നിരവധി പ്ലോട്ടുകളാണ് ഈ വീഥികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം നവമിയുണ്ട് മറ്റു ചില ദൃശ്യങ്ങളുമായി. ആനയും അമ്പാരിയും രാജപല്ലക്കും തെയ്യവും തിറയും കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ദൃശ്യവിരുങ്ങൊക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റുകയാണ്. മലയാളികൾക്ക് ആഘോഷം എന്നാൽ ഓണമാണ്. ഓണം തുടങ്ങുന്നത് അത്തച്ചമയത്തില്. 400 കലാകാരന്മാർ, 23 നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ കലാരൂപങ്ങളും ഇവിടെ എത്തുന്നവരുടെ കണ്ണിനും മനസ്സിനും ഏറെ സന്തോഷമാണ് നൽകുന്നത്. തിരുവാതിര, കൈകൊട്ടിക്കളി, മാർഗംകളി, ഒപ്പന ഇതെല്ലാം തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത ഉദാഹരണമായി മാറുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവമായ ഓണത്തിന്റെ ഒരാഘോഷത്തിന്റെ തുടക്കമാണ് ഈ തൃപ്പൂണിത്തുറയിൽ കൊടിയേറിയത്. ഇത് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നതും. കുട്ടികളും മുതിർന്നവരുമൊക്കെ നിരവധി പേർ ഈ വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. എപ്പോ എത്തി? എല്ലാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ചേച്ചിമാരെ, അവരാണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തച്ചമയം? വളരെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഇവിടെ ഓണം കലക്കുമല്ലേ? അതെ, കളറാക്കി. ഓണം തിരക്കൊക്കെ തുടങ്ങി. അതെ, ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലേ അല്ലേ? ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അതെ, ഓണാഘോഷമൊക്കെ എവിടെ വരെ എത്തി? ഓണം അടുത്തെത്തിയില്ലേ, ഇനി എന്ത്? പറഞ്ഞോ. എങ്ങനെയുണ്ട് ഓണം? നന്നായിരിക്കുക, അത്തം നന്നായിരിക്കണം. വെയിലാണ്, മഴയിലാണ്ട് നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടായി. നല്ല നല്ല പരിപാടികളാണ്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓണം വരെ നടക്കണം നല്ലപോലെ. ഓണം വരെ ഈ ഒരു നല്ല കാലാവസ്ഥ ആയിക്കോട്ടെ. ഈ അത്തച്ചമയത്തിന്റെ വർണ്ണം പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓണം മനോഹരമായി തീരട്ടെ എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. വലിയ ആഘോഷങ്ങൾ തന്നെയാണ് അത്തച്ചമയത്തിന്റെ ഭാഗമായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. പുലിക്കളി, ചെണ്ടമേളം, വാദ്യ ഉപകരണങ്ങളും വിവിധ കലാരൂപങ്ങളുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുലിക്കളിയൊക്കെ വലിയ മനോഹരമായിട്ടാണ് ഇത്തവണ പാതുകങ്ങളൊക്കെ ഇട്ട പുലിയെയാണ് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നിരവധി കലാരൂപങ്ങളാണ് ഈ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്, ആഘോഷമാണ്. ടീം ന്യൂസ് 18 കൊച്ചി. നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനുമാണ് അത്തച്ചമയ കാഴ്ചകളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി. സുപോളിൽ നിന്ന് ദർഭംഗയിലേക്കാണ് ഇന്നത്തെ യാത്ര നടന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, RJD നേതാവ് തേജസ്വി യാദവ് എന്നിവരും 10ാം ദിനത്തിലെ റാലിയിൽ പങ്കെടുത്തു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വോട്ടർ അധികാർ യാത്ര ഇന്ന് പുനരാരംഭിച്ചത്. യാത്രയിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നാളെ ബീഹാറിലെത്തും. അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, സുഖ്ബീന്ദർ സിംഗ് സുഖു എന്നിവരും യാത്രയ്ക്കെത്തും. സെപ്റ്റംബർ 1-ന് പട്നയിലാണ് സമാപനം.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച 50% താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച കരട് നോട്ടീസ് ട്രംപ് ഭരണകൂടം പുറത്തിറക്കി. ഇന്ത്യയുമായി സമവായത്തിനില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് US നടപടി. ട്രംപ് മധ്യസ്ഥത വഹിച്ച യുക്രൈൻ റഷ്യ സമാധാന നീക്കം പരാജയപ്പെട്ടതോടെയാണ് US നീക്കം. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ നൽകിയാലും വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ പറഞ്ഞു. ലോകം സ്വന്തം സാമ്പത്തിക താൽപര്യത്തിന് പുറത്ത് രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലാണെന്നും ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ചെറുകിട കർഷകർ, സംരംഭകർ, ക്ഷീര കർഷകർ എന്നിവരുടെ സാഹചര്യങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്നും മോദി അഹമ്മദാബാദിൽ പറഞ്ഞു. തെക്കൻ ഗാസയിലെ അൽ നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും നെതന്യാഹു പറഞ്ഞു. പത്രപ്രവർത്തകരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും അടക്കം സാധാരണക്കാരുടെ പ്രവർത്തനത്തെ ഇസ്രായേൽ വിലമതിക്കുന്നുവെന്നും തങ്ങളുടെ പോരാട്ടം ഹമാസിനെതിരെയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതേസമയം അൽ നാസർ ആശുപത്രിയിലെ ആക്രമണത്തെ ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ അപലപിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ ആക്രമണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. കോതമംഗലത്ത് 3.5 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ഒഡീഷ സ്വദേശി ഭീമോ ബിറോ ആണ് പിടിയിലായത്. കഞ്ചാവ് ട്രെയിൻ മാർഗം കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് എക്സൈസിന്റെ തീരുമാനം. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു ഒഡീഷ സ്വദേശി അമിത് കുമാർ അഗർവാൾ പിടിയിലായത്. കർണാടക, ബീഹാർ തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും മൊത്തമായി കഞ്ചാവ് എത്തിച്ച് ചെറുകിട ഇടപാടുകാർക്ക് ഉൾപ്പെടെ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ അമിത് കുമാർ. നാഗർകോവിൽ വരെ ട്രെയിൻ മാർഗം എത്തിയ ശേഷം KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. പാലക്കാട് കോങ്ങാട് പിക്കപ്പ് ലോറി മറിഞ്ഞ അപകടം. മുണ്ടൂർ ചെർപ്പുളശ്ശേരി റോഡിലാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വാഴക്കുല കയറ്റി വരികയായിരുന്ന പിക്കപ്പ് ലോറിയാണ് റോഡിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. റോഡിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി ബൈസൺ വാലിയിൽ വയോധികനെ വെട്ടിക്കൊന്നു. ഓലിക്കൽ സുധനാണ് കൊല്ലപ്പെട്ടത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സമീപവാസി അജിത്താണ് വെട്ടിയത്. പ്രതി രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് സംഭവം. ബൈസൺവാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്ത് വെച്ചായിരുന്നു കൊലപാതകം. പ്രദേശവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കോതമംഗലം മൂന്നുകല്ലിൽ വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയുടെ കാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. വേങ്ങൂർ സ്വദേശിനി ശാന്തയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 22-ാം തീയതിയാണ് ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ശാന്തയുടെ ആൺ സുഹൃത്തായ അടിമാലി സ്വദേശിയുടെ കാറിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. രാജേഷ് ഇപ്പോൾ ഒളിവിലാണ്. സംഭവത്തിനു ശേഷം പ്രതി കാർ ഒരു കടയിൽ ഏൽപ്പിച്ച് മുങ്ങുകയായിരുന്നു. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടത്തിയ മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഗണേശ രൂപം വരച്ചു. വിനായക ചതുർത്ഥിക്ക് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. LP UP വിഭാഗത്തിലുള്ള കുട്ടികൾ പെൻസിൽ ഡ്രോയിങ്ങിലൂടെയായിരുന്നു സ്വന്തം ഭാവനയിലുള്ള ഗണപതിയെയും പീഠത്തിലിരിക്കുന്ന ഗണപതിയെയും വരച്ചത്. താമരയിലിരിക്കുന്ന ഗണപതിയെ വാട്ടർ കളറിലൂടെയായിരുന്നു HS വിഭാഗം കുട്ടികൾ വരച്ചത്. കോളേജ് വിഭാഗത്തിലുള്ളവർ വാദ്യമേളങ്ങളോടെ നൃത്തം ചെയ്യുന്ന ഗണപതിയെയും ക്യാൻവാസിൽ വരച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തിനെയും കാട്ടി പിള്ളേർ ഏകദേശം കുറവാണ്. ഇപ്രാവശ്യം 340ഓളം കുട്ടികളെ പങ്കെടുത്തിട്ടുള്ളൂ. അതിൻ്റെ പരീക്ഷ നടക്കുന്നതിൻ്റെ കാര്യമായിരിക്കും നമുക്കറിയത്തില്ല. എന്തായാലും ശരി, മാക്സിമം പിള്ളേരെ നമ്മളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2:30 ശേഷം മറ്റേ വിജ്ഞാന പരീക്ഷയാണ്, എഴുത്തു പരീക്ഷയാണ്. ഒരു കുട്ടിക്ക് മാക്സിമം 30 ക്വസ്റ്റ്യൻ വരെ കൊടുക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരം അതിനകത്ത് റെഡിയാക്കി തരുന്നു.
വിനായക ചതുർത്ഥിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഇതിഹാസ പുരാണ ജ്ഞാനെഴുത്ത് പരീക്ഷയും നടത്തി. 27-ന് ക്ഷേത്രത്തിൽ ഖജപൂജയും ആനയൂട്ടും നടക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. ഡിജിറ്റൽ റീസർവേയിൽ കൊല്ലം ജില്ലയിലെ മലയോര വാർഡായ തെന്മലയെ ഒഴിവാക്കുന്നതായി പരാതി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ജംഗ്ഷൻ വാർഡായ തെന്മലയെ ഡിജിറ്റൽ റീസർവേ ഉൾപ്പെടുത്താത്തതിനാൽ റവന്യൂ ഭൂമി തിരികെ പിടിച്ച് വികസനം നടത്താൻ കഴിയുന്നില്ല. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കാത്തതിനാൽ വികസന മുരടിപ്പിലാണ് മലയോര ഗ്രാമപഞ്ചായത്തായ തെന്മല. തെന്മല വാർഡിനെയാണ് പ്രധാനമായും റീസർവേയിൽ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ റീസർവേയുടെ 3ാം ഘട്ടം പിന്നിടുമ്പോഴും തെന്മല വാർഡിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പരാതി. നിരവധി സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഹാരിസൺ മലയാളത്തിന്റെ തോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ KIP കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. പോലീസ് സ്റ്റേഷന് ഉൾപ്പെടെ സ്വന്തമായ സ്ഥലം നൽകി കെട്ടിടം നൽകാൻ കഴിയും. അതിന് റവന്യൂ റീസർവേ പൂർത്തിയാക്കണം. 350 ഏക്കർ റവന്യൂ ഭൂമി വനം വകുപ്പും റെയിൽവേയും തോട്ടം മുതലാളിമാരും ചേർന്ന് കൈയടക്കിയിരിക്കുന്നുവെന്നാണ് ആരോപണം. ആദ്യം ഞാനത് നിയമപരമായ ടെക്നിക്കൽ താമസമാണെന്നാണ് കരുതിയത്. പക്ഷേ ഫസ്റ്റ് ഫേസ് നടന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ നിൽക്കുന്ന തെന്മല ഡിപ്പോയാണ്. റവന്യൂ രേഖകളിൽ തിരുവനന്തപുരം സെൻട്രൽ സർവേ ഭവനിൽ റവന്യൂ നിലമായും പുരയിടമായും 31 ഏക്കർ ഗവൺമെന്റ് രേഖയിലുള്ള ഭൂമിയാണിത്. ഈ ഭൂമിയുടെ 6-1 7-1 സർവേയിൽപ്പെട്ട 8.5 ഏക്കർ മുൻപ് സംസ്ഥാന ഗവൺമെന്റ് അളന്ന് സംയുക്ത ചെക്ക് പോസ്റ്റിന് ശ്രീ ഗിരിരാജ് സിംഗ് IPS സാറെല്ലാം ഇരിക്കുന്ന സമയത്ത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഗവൺമെന്റ് പരമായിട്ടുള്ള രേഖകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കുകയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിന് പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനയും ഉന്നതരുടെ ഇതുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിയമപരമായിട്ട് ശ്രമിച്ചത്. ഹാരിസണിന്റെ പാട്ടക്കരാർ കഴിഞ്ഞ ഭൂമി തിരികെ സർക്കാരിനല്ല ലഭിച്ചത്. അത് റിയ എന്നൊരു ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറി. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ ആർക്കും ഉത്തരമില്ല. ഡിജിറ്റൽ റീസർവേയിൽ ഇത്തരം ഭൂമി തിരികെ പിടിച്ചെങ്കിൽ മാത്രമേ വാർഡിലെ ഭൂരഹിതരായ 1000-ലധികം പേർക്ക് ഭൂമി നൽകാൻ കഴിയൂ. ഡിജിറ്റൽ റീസർവേ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന കളക്ടറുടെ ഉത്തരവിനും പുല്ലുവിലയാണ്. തോട്ടം മുതലാളിമാരുടെയും വനംവകുപ്പിന്റെയും ഇടപെടലിനെ തുടർന്നാണ് റവന്യൂ വിഭാഗം റീസർവേ നടത്താത്തതെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 പുനലൂർ. കൊട്ടാരക്കരയിൽ നട്ടെല്ലിന് ചികിത്സ നടത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് വീട് വെച്ച് നൽകി സഹപ്രവർത്തകർ. കൊല്ലം മങ്ങാട് അപ്പോളോ നഗറിലാണ് ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മ വീട് വെച്ച് നൽകിയത്. ചോർന്നൊലിച്ച കുടിലിൽ അന്തി ഉറങ്ങിയിരുന്ന കുടുംബത്തിന് പുതിയ വീട് ആശ്വാസമായി. രണ്ട് പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന സിദ്ദിഖിന്റെ കുടുംബം 3 സെന്റ് സ്ഥലത്ത് പലക കൊണ്ട് മറച്ച വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചെറുകിട മത്സ്യത്തൊഴിലാളിയായ സിദ്ദിഖ് നട്ടെല്ല് വേദനയെ തുടർന്ന് മത്സ്യക്കച്ചവടത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇതിനെ തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ അടച്ചുറപ്പുള്ള വീട് വെച്ച് നൽകി. ഇരവിപുരം MLA M. നൌഷാദ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് അത് സ്വരൂപിച്ച് അദ്ദേഹത്തിനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനം സമയബന്ധിതമായി ഫലപ്രദമായി പൂർത്തീകരിക്കുകയും ചെയ്ത ഈ ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ നാടിനൊരു സംസ്കാരം, അതാണ് ഈ കേരളീയ സംസ്കാരം എന്ന് നമ്മൾ പറയുമല്ലോ. ആ കേരളീയ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 2 മുറികളുള്ള ഹാളും അടുക്കളയും ശുചിമുറിയും അടങ്ങുന്ന 7 ലക്ഷം രൂപയുടെ വീടാണ് കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയത്. 60 പേരടങ്ങുന്ന ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് തൃത്താലയിൽ സമുന്നതി ജീവനോപാധി പദ്ധതിക്ക് തുടക്കമായി. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വിഭാഗക്കാരുടെ ഉപജീവന തൊഴിൽ പ്രവർത്തനങ്ങളും സ്ത്രീ ശാക്തീകരണ ഇടപെടലുകളും നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം. എല്ലാ കുടുംബങ്ങളെയും പ്രാദേശികമായി സാധ്യമാക്കുന്ന വിവിധ ഉപജീവന തൊഴിൽ പരിശീലിപ്പിക്കുകയും സ്ത്രീ ശാക്തീകരണ ഇടപെടലുകൾ നടത്തുകയുമാണ് സമുന്നതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആനക്കര ഗ്രാമപഞ്ചായത്തിലെ ചോലക്കുളമിൽ നടന്ന ചടങ്ങ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഗംഭീരമായി നമുക്ക് ഈ പരിപാടി നടത്തണം. നല്ല പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഈ പദ്ധതി നടപ്പാക്കാൻ നമുക്ക് കഴിയണം. ഇതിന്റെ ഗുണം തൃത്താലയിലെ പട്ടികജാതി ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ കിട്ടുന്നുവെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ 9 ലക്ഷം CDSA കൊടുത്തു കഴിഞ്ഞു.
ഈ തുക നന്നായി വിനിയോഗിക്കണം. ഉപജീവന പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും ഒക്കെയായി ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയണം. കുടുംബശ്രീ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള വിവിധ ഫണ്ടുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. കുടുംബശ്രീ ദേശീയ ഗ്രാമീണ മിഷന്റെ വാർഷിക കർമ്മ പദ്ധതി നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതി. പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപജീവന പ്രവർത്തനം, കുടുംബശ്രീ സംഘടനാ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾ, കുട്ടികൾ, യുവജനങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. ന്യൂസ് 18 പാലക്കാട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,355 രൂപ, പവന് 74,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,740 രൂപ, പവന് 61,920 രൂപ. വെള്ളി ഗ്രാമിന് 128 രൂപ, കിലോഗ്രാമിന് 1,28,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. മാഡം പ്രസിഡന്റ്, end of the day it was president, so I was very happy. അവരത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? സൂപ്പർ സ്റ്റാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഒരു സ്ത്രീ അധികാര സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടുള്ള വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും. സുസ്മിത, ഐശ്വര്യ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒപ്പം സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഇപ്പോൾ ഐശ്വര്യ റായിന്റെ എല്ലാം വാർഡ്രോബ് എല്ലാം സ്പോൺസേർഡ് ആയിരുന്നു. ഞാനിങ്ങനെ പാവപ്പെട്ട ഒരു സാധാരണ എല്ലാ അമ്മമാരോടെല്ലാം ചോദിച്ച് പോയ കാര്യങ്ങളാണ്. കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് സച്ച് എ വെരി എസ്തെറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. കുറച്ചും കൂടെ ഈ താരസംഘടന ആ ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി കൂടി കാണിച്ചുകൊണ്ട് സുതാര്യമായിരിക്കും. ഞാനിവിടെ 6 വർഷം ഇരുന്നുണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ആയിട്ടും EC ആയിട്ടും. ഒരു പരാതിയും വന്നിട്ടില്ല അപർണ.